ഹലോ, വെൽക്കം ടു സിംപ്ലി ബൈ മീ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയിലെ മെയിൻ രണ്ടാൾക്കാരിതാ ഇന്ന് വരാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആരാന്നറിയണ്ടേ? എൻ്റെ സ്വന്തം സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും. അവരിന്ന് നമ്മുടെ 2 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിലോട്ട് വരികയാണ് കേട്ടോ. അവർ അബ്രോഡായിരുന്നു. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണ്. ഒത്തിരി നമ്മളങ്ങനെ മാറി നിൽക്കുന്ന ആളുകളല്ല കേട്ടോ. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയിൽ അത്രയും നമ്മൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഒരു ബോണ്ടല്ല, ഇമോഷണലി നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്ത ആളുകളായിരുന്നു ഞാനും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും കേട്ടോ. ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഇരിക്കുക അവളിതാ മാരേജിന് ശേഷം 2 വർഷമായിട്ട് നമ്മൾ കാണാതിരിക്കുന്നത്. അപ്പോൾ അവളെ കൂട്ടാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു അതിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവർ കൂട്ടാൻ വേണ്ടി പോകുന്നത് രാത്രി 8:50 കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ അവരെത്തുന്നത് 9 മണിയാകുമ്പോൾ നമ്മൾ പുറത്തോട്ട് വരും. അപ്പം ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. എന്നാൽ നമ്മളവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഒരു 1 അവർ ഡിലേ ആയിരുന്നു. അത് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നേരം വൈകുന്നായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. നമ്മളവിടെ എത്തി. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആമിമോൾ അവിടെ മേമയും പാപ്പനെയും കാണാൻ പോകുന്നത്. ആദ്യം നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരോട് നമ്മളെക്കാളും അവരോടാണ് കേട്ടോ ആദ്യക്ക് നല്ല അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. കാരണം പാപ്പനും മേമയും അത്രത്തോളം അവരെ അറ്റാച്ച്ഡാണ് അവൻ. അപ്പോൾ അവന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഞങ്ങളൊരു ഹാൻഡ് മെയ്ഡായിട്ട് ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനോടാട്ടോ കൊടുപ്പിച്ചത്. അവനും അതിൻ്റെ ഒരു ഹാപ്പി ആയിരുന്നു അത് കൊടുക്കാനുള്ളത്. പിന്നെ ആമിമോളായിട്ട് ഫസ്റ്റ് ടൈമാണ് അവളെ മാമയും പാപ്പനെയും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ അവൾ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളിത് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞേരം അവർ വന്നു കേട്ടോ. അവർ വന്നത് ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മളൊരു ഇമോഷണലി നമ്മളെല്ലാവരും ആ ഒരു ടൈമിൽ എന്താണെന്നറിയാത്ത പോലെ നിന്നു എന്ന് പറയാം. കാരണം ആ ഫീലിങ്സ് നമ്മൾ പറയണ്ടല്ലോ. കുറച്ച് കാലം, ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞാലായിട്ട് നമ്മൾ വീഡിയോയുടെ കാര്യം തന്നെ ഓർത്തത്. പിന്നെ നമ്മളിതാ പോരുകയാണ്, തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ അവരങ്ങോട്ട് പോയി. അതിന് ശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആദിക്കുട്ടന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അനിയനാണ് കേട്ടോ നമ്മൾ കൊണ്ടാക്കി തന്നത്. രാവിലെ നേരത്തെ ഇറങ്ങി, നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അങ്ങനെ വീട്ടിലെത്തി. ആദിയുടെ വണ്ടി വരാറായിട്ടോ. അതിനെ ഞാനും അവൻ്റെ മാമനും കൂടി ആയിട്ടോ അവനെ വണ്ടി കയറ്റാൻ വേണ്ടി കൊണ്ടുപോയത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു മാമൻ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ 3 മക്കളാണ് കേട്ടോ. ഞാനും എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും കേട്ടോ. അപ്പം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.